ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടോപ്പ് 10 ബിഗസ്റ്റ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. രജനീകാന്ത്, കമലഹാസൻ, മണിരത്നം തുടങ്ങിയ വമ്പന്മാരുടെ ചിത്രങ്ങൾ ഇടം പിടിച്ച 95 ടോപ്പ് 10 ബിഗസ്റ്റ് ഹിറ്റ്സിൽ ഏതൊക്കെയാണ് ഈ ചിത്രങ്ങൾ എന്ന് നോക്കാം. 95 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 10 ഭാഗ്യരാജും മീനയും ഒരുമിച്ച് അഭിനയിച്ച ഒരു ഊരിൽ ഒരു രാജകുമാരി. ഭാഗ്യരാജിന്റെ സ്ഥിരം ഫോർമുലയായ കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 15 തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിന്റെ അകമ്പടിയോടെ മികച്ച ഗാനങ്ങളുമായി തിയേറ്ററിലെത്തിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ പൊങ്കലിന്റെ മറ്റ് ചിത്രങ്ങളുടെ ഇടയിലും ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ഇന്ദ്രാണി മൂവീസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ലിവിങ്സ്റ്റൺ, ജനകരാജ്, വിജയകുമാർ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 95 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 9 അർജുൻ നായകനായി എത്തിയ കർണ. ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ അർജുൻ ഡബിൾ റോളായിരുന്നു എത്തിയിരുന്നത്. ഫാമിലി ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ മികച്ച വിജയമാണ് നേടാൻ കഴിഞ്ഞത്. ശെൽവ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിതയും വിനീതയുമായിരുന്നു നായികമാരായി എത്തിയത്. തമിഴ്നാട്ടിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിൽ ഗൗണ്ടമണി, സെന്തിൽ, രവിചന്ദ്രൻ, മേജർ സൗന്ദരരാജൻ, മോഹൻരാജ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 95 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 8 സത്യരാജ് നായകനായി എത്തിയ വില്ലാതി വില്ലൻ. ജൂൺ 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ സത്യരാജ് ട്രിപ്പിൾ റോളിലായിരുന്നു എത്തിയിരുന്നത്. സത്യരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നഗുമ, രാധിക, മണിവണ്ണൻ, കൗണ്ടമണി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയത്. സത്യരാജിന്റെ 125ാമത് പടമായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം മികച്ച ഇനീഷ്യൽ കളക്ഷനും അതിനോടനുബന്ധിച്ച് തരക്കേടില്ലാത്ത കളക്ഷനും നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. രാജ് ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രം സത്യരാജ് സംവിധാനം ചെയ്ത ഏക ചിത്രം കൂടിയായിരുന്നു. വിദ്യാസാഗറിന്റെ തകർപ്പൻ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ചു. 95 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 7 കമലഹാസൻ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലെത്തിയ സതി ലീലാവതി. ബാലുമഹേന്ദ്ര സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി എന്റർടൈനറിൽ രമേശ് അരവിന്ദ്, ഹീര, കൽപ്പന തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രം ഫാമിലി ഓഡിയൻസിന് മികച്ച രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു സതി ലീലാവതി. ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന് ഏറെ മൈലേജ് നൽകി. പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 15 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയിരുന്നത്. 95 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 6 കമലഹാസനും അർജുനും ആദ്യമായി ഒരുമിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രം കുരുതിപ്പുനൽ. ദീപാവലിക്കോടനുബന്ധിച്ച് ഒക്ടോബർ 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ക്യാമറമാൻ PC ശ്രീറാമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷെ മികച്ച ആക്ഷൻ ത്രില്ലറായി കുരുതിപ്പുനൽ കമലഹാസന്റെ മികച്ച അഭിനയം കൊണ്ടാണ് ഏറെ ശ്രദ്ധ നേടിയത്. അർജുനും തനിക്ക് ലഭിച്ച റോൾ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഗൗതമി, ഗീത, നാസർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഡോൾബി സ്റ്റീരിയോ സറൗണ്ട് സിസ്റ്റത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ തമിഴ് ചിത്രം കൂടിയായിരുന്നു കുരുതിപ്പുനൽ. 94 ഹിന്ദിയിൽ ഇറങ്ങിയ ദ്രോഹകാൽ എന്ന ചിത്രത്തിന്റെ റീമേക്കായിരുന്നു കുരുതിപ്പുനൽ. ക്രിട്ടിക്കലായും കൊമേഴ്സ്യലായും ഒരേപോലെ വിജയം നേടിയെടുത്ത കുരുതിപ്പുനൽ അക്കാലത്ത് കേരളത്തിലും മികച്ച വിജയമാണ് നേടിയെടുത്തത്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു ഈ ചിത്രം നേടിയത്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മഹേഷ് മഹാദേവനായിരുന്നു. 95 തമിഴ് ബോക്സ് ഓഫീസിൽ നമ്പർ 5 മമ്മൂട്ടി നായകനായി എത്തിയ മക്കൾ ആഴ്ചി. ഒക്ടോബർ 23 ദീപാവലിയോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം വെറ്ററൻ ഡയറക്ടർ RK ശെൽവമണിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പൊളിറ്റിക്കൽ ഫാമിലി എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ മക്കൾ ആഴ്ചയിൽ രഞ്ജിതയും റോജയുമായിരുന്നു നായികമാരായി എത്തിയത്.
തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ ചിത്രങ്ങൾക്ക് മികച്ച മൈലേജ് നേടിക്കൊടുത്ത മക്കളാട്ചി അതുകൊണ്ട് തന്നെ മികച്ച വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. സൂപ്പർ വിജയം കൈവരിച്ച ഈ ചിത്രത്തിൻ്റെ വിജയം മമ്മൂട്ടിക്കും 95-ൽ ഏറെ നേട്ടമായി. ഇളയരാജയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ലിവിങ്സ്റ്റൺ, ആനന്ദ് രാജ്, മൻസൂർ അലിഖാൻ, രാധാരവി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ആരതി ഇന്റർനാഷണൽ ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ 100 ദിവസത്തിന് മുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. 95-ലെ ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 4 അജിത് കുമാർ നായകനായി എത്തിയ ആസൈ. സെപ്റ്റംബർ 8-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം അജിത്തിന്റെ കരിയർ തന്നെയാണ് മാറ്റിമറിച്ചത്. അതുവരെ വമ്പൻ വിജയങ്ങളൊന്നുമില്ലാതിരുന്ന അജിത്തിന് തൻ്റെ കരിയറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ആസൈ. വസന്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുവലക്ഷ്മി ആദ്യമായി തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ പ്രകാശ് രാജ് ആയിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു നടൻ. രോഹിണി, നിഴൽഗഡ് രവി, വടിവേലു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ആലയം ഫിലിംസിന്റെ ബാനറിൽ മണിരത്നമായിരുന്നു നിർമ്മിച്ചിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ആസയുടെ സംഗീത സംവിധാനം ദേവയായിരുന്നു നിർവഹിച്ചത്. ഈ ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും അക്കാലത്ത് മികച്ച ജനശ്രദ്ധയായിരുന്നു നേടിയെടുത്തത്. 95-ലെ ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 3 രജനീകാന്ത് നായകനായി എത്തിയ മുത്തു. ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം KS രവികുമാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കവിതാലയുടെ ബാനറിൽ K ബാലചന്ദ്രൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക. 94-ൽ കേരളക്കടയിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ മോഹൻലാലിൻ്റെ തേന്മാമൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൻ്റെ അൺഒഫീഷ്യൽ റീമേക്കായ മുത്തു തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു അക്കാലത്ത് നേടിയെടുത്തത്. AR റഹ്മാന്റെ മാസ്മരിക സംഗീതത്തിൻ്റെ പിൻബലത്തിൽ കുടുംബ പ്രേക്ഷകരുടെ മികച്ച പിന്തുണയിൽ പ്രമുഖ കേന്ദ്രങ്ങളിൽ 200-ാം ദിവസത്തിനോടടുത്ത് പ്രദർശിപ്പിച്ച മുത്തു അതുകൊണ്ട് തന്നെ രജനീകാന്തിൻ്റെ കാരിയറിൽ മികച്ച മൈലേജാണ് അക്കാലത്ത് നേടിക്കൊടുത്തത്. ശരത് ബാബു, രാധാരവി, സെന്തിൽ, വടിവേലു, ജയഭാരതി, ശുഭശ്രീ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ദീപാവലിക്കിറങ്ങിയ മറ്റെല്ലാ ചിത്രങ്ങളെയും പിന്തള്ളിയാണ് വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. 95-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 2 മണിരത്നത്തിന്റെ ബോംബെ. മാർച്ച് 10-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയും മനീഷ കൊയ്രാളയുമായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരു റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം ബോംബെ കലാപങ്ങളുടെ പശ്ചാത്തലത്തിലെടുത്ത ഒരു ചിത്രമായിരുന്നു. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച തട്ടുപൊളിപ്പൻ ഗാനങ്ങളുടെയും മികച്ച തിരക്കഥയുടെയും പിൻബലത്തിൽ ബോംബെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. കേരളത്തിലും മികച്ച വിജയം കരസ്ഥമാക്കിയ ബോംബെ ഹിന്ദിയിലും ഡബ് ചെയ്ത് വമ്പൻ വിജയമായിരുന്നു കരസ്ഥമാക്കിയത്. ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ ചിത്രത്തിൽ നാസർ, കിറ്റി, ടീനു ആനന്ദ്, പ്രകാശ് രാജ് തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അന്ത അറബി കടലോരം എന്ന ഗാനം 95-ൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഗാനങ്ങളിൽ ഒന്നായിരുന്നു. 95-ലെ ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 1 രജനീകാന്ത് നായകനായി എത്തിയ ഭാഷ. 95 പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ റിലീസ് ചെയ്ത ഈ ചിത്രം രജനീകാന്തിൻ്റെ അതുവരെയുള്ള കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായിരുന്നു. ആക്ഷനും ഫാമിലി സെൻറ്റിമെൻസിനും ഗാനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം സുരേഷ് കൃഷ്ണയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സത്യ മൂവീസ് നിർമ്മിച്ച ഈ ചിത്രം തമിഴ്നാട്ടിൽ 250 ദിവസം പ്രദർശിപ്പിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയപ്പോൾ കേരളത്തിൽ 125 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. നഗുമ നായികയായ ഈ ചിത്രത്തിൽ രഘുവരൻ, ദേവൻ, വിജയകുമാർ, ജനകരാജ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ദേവയുടെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ തട്ടുപൊളിപ്പൻ ഗാനങ്ങളും ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് മാറ്റുകൂട്ടി. ആകെ സമ്മറി നോക്കുമ്പോൾ 95-ലെ ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ ഒരു ഊരിൽ ഒരു രാജകുമാരി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തപ്പോൾ കർണ, സതി ലീലാവതി, മക്കൾ ആട്ചി, കുരുതിപ്പുനൽ, വില്ലാതി വില്ലൻ എന്നീ ചിത്രങ്ങൾ സൂപ്പർ സ്റ്റാറ്റസ് നേടിയെടുത്തു. ആസൈ, ബോംബെ, മുത്തു എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസും നേടിയെടുത്തു. ഭാഷ ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ഇത്രയുമാണ് 95-ലെ ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.